اللهم علمنا ما ينفعنا وزدنا علما يا كريم. اللهم اعطنا الاخلاص وازدد ايماننا يا رب العالمين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗനിർദ്ദേശങ്ങൾ എപ്പോഴും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ, അല്ലാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലുമൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് എന്നും ശ്രേഷ്ഠകരമായ, പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന, അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിത്തരുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. സ്വഹാബത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫൽ യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ അതിനു വേണ്ടി മത്സരിക്കട്ടെ. സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ പരസ്പരം മത്സരിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനോടും തുടർന്ന് അങ്ങോട്ട് വരുന്ന താബിഈങ്ങളോടും അങ്ങനെ തുടങ്ങി ലോകാവസാനം വരെയുള്ള ജനതയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ആ സ്വർഗത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കേണ്ടതുണ്ട് എന്നുള്ളത്. മഹാനായ മുത്തബിഉസ് സുന്ന എന്നറിയപ്പെടുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മുത്തബിഉസ് സുന്ന, റസൂലിന്റെ സുന്നത്തിനെ അനുധാവനം ചെയ്തവൻ എന്ന പേര് ലഭിക്കാൻ കാരണം മറ്റൊരു സ്വഹാബികളും സുന്നത്ത് അനുധാവനം ചെയ്യാത്തത് കൊണ്ടല്ല, മറിച്ച് അദ്ദേഹം സുന്നത്തെടുക്കുന്നതിൽ കൂടുതൽ കണിശത പാലിച്ചത് കൊണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. സുന്നത്തുകൾ സ്വീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, റസൂൽ എങ്ങനെ ജീവിച്ചോ, റസൂൽ എങ്ങനെ പെരുമാറിയോ അങ്ങനെ തന്നെ പെരുമാറുക എന്നുള്ളത് സ്വഹാബത്ത് ധാരാളം ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹദീസുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടം, റസൂലിനോടുള്ള ഇഷ്ടം കാരണത്താൽ സ്വഹാബത്ത് റസൂലിന്റെ നടത്തം പോലും നിരീക്ഷിച്ചിരുന്നു എന്നുള്ളത്. ഹദീസിൽ കാണാം റസൂൽ എങ്ങനെയായിരുന്നു നടന്നിരുന്നത് എന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായിരുന്നു ചിരിച്ചത്, റസൂൽ എത്ര വട്ടം ചിരിച്ചിരുന്നു എന്ന് തുടങ്ങി റസൂലിന്റെ ഓരോ ജീവിത നിമിഷങ്ങളും ഒപ്പിയെടുത്ത സ്വഹാബാക്കൾ. അങ്ങനെ ഓരോന്നും ഒപ്പിയെടുക്കാൻ കാരണം, എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ 3 സ്വഹാബികളുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും, ഓരോരുത്തരും റസൂലിനോട് വന്ന് ചോദിക്കുക, റസൂലെ അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂല്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മ ഏതാ, അത് നിങ്ങൾ അങ്ങോട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരി. അല്ലെങ്കിൽ അഫ്ളലുൽ അഅമാൽ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ് എന്ന് സ്വഹാബത്ത് റസൂലിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. ഇതിനൊക്കെ കാരണം, ഇതിനൊക്കെയുള്ള നിദാനം എന്നുള്ളത് റസൂലിന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി ജീവിതത്തെ ഐശ്വര്യപൂർണമാക്കുക എന്നുള്ളത് കൊണ്ടാണ്. റസൂലിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ റസൂലിന്റെ വിയോഗത്തിന് ശേഷം മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ ബിൻത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നിട്ടും സ്വഹാബത്ത് റസൂലിനെ പറ്റി, അല്ലെങ്കിൽ താബിഈങ്ങൾ റസൂലിനെ പറ്റി ചോദിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ റസൂലിന്റെ ജീവിതത്തിൽ റസൂല് പുലർത്തിപ്പോന്ന റസൂലിന്റെ ചില ചര്യകൾ, റസൂലിന്റെ ചില ജീവിത ചര്യകൾ, മാർഗങ്ങൾ ഓർത്തെടുക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ഉദ്ദേശം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് പറഞ്ഞ 6ഓളം സന്ദർഭങ്ങൾ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കും. അതിൽ ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, നമ്മളൊക്കെ കേട്ടതുപോലെ അസ്സുലുസുൽ അഖീർ മിനൽ ലൈൽ, രാത്രിയുടെ അന്ത്യയാമങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സന്ദർഭമാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. സുബഹിയുടെ മുമ്പുള്ള സമയം, രാത്രിയുടെ അന്ത്യയാമങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. രണ്ടാമതായിക്കൊണ്ട് ഇബ്നുൽ ഖയ്യിം എണ്ണുകയാണ് വ ഇൻദൽ അദാൻ, ബാങ്കിന്റെ സമയമെന്നുള്ളത്
പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമായിക്കൊണ്ടാണ് പണ്ഡിതന്മാര് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ എണ്ണിയത് എന്നുള്ളത്. ബാങ്കിന്റെ സമയം എന്നുകൊണ്ടുള്ള ഉദ്ദേശം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ബാങ്കും ഇഖാമത്തിന്റെ ഇടയിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ബാങ്കിനും ഇഖാമത്തിനുമിടയിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ റസൂലിന്റെ ഹദീസുകൾ ചർച്ച ചെയ്തിട്ട് പറയാണ്, ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള പ്രാർത്ഥന ഉത്തരം ലഭിക്കപ്പെടും. പക്ഷേ അതിനേക്കാൾ ഒരു പടി മുന്നിൽ അള്ളാന്റെ റസൂൽ പ്രാധാന്യം കൊടുത്തൊരു സമയമാണ് ബാങ്ക് കഴിഞ്ഞ ഉടനെയുള്ള പ്രാർത്ഥന എന്നുള്ളത്. അഥവാ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ അലാ അലി മുഹമ്മദ് എന്ന് തുടങ്ങി ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് നമ്മൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ അത്താമ വസ്സലാത്തിൽ ഖായിമ എന്ന പ്രാർത്ഥന നമ്മൾ സ്വലാത്തിന് ശേഷം ചൊല്ലും. അത് കഴിഞ്ഞ ഉടനെ പ്രാർത്ഥനയിലേക്ക് മുഴുകുക എന്നുള്ളത്, ദുആ ഇരക്കുക എന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള ഏറ്റവും വലിയ സബബായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഹദീസുകളിൽ കാണാൻ സാധിക്കും, അങ്ങനെ ബാങ്ക് കഴിഞ്ഞ ഉടനെ സ്വലാത്തിനും വസീലയോടുള്ള ചോദ്യത്തിനും ശേഷം ഉടനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ റസൂല് പറയുകയാണ്, സൽ നിങ്ങൾ ചോദിച്ചു കൊള്ളുക. റസൂല് പറയുകയാണ്, നിങ്ങൾ ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് നൽകപ്പെടുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ബാങ്കിന് ശേഷം ഉടനെയുള്ള പ്രാർത്ഥനയ്ക്ക് ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള കുറഞ്ഞ സമയത്ത് നമ്മൾ നടത്തുന്ന പ്രാർത്ഥന 15 മിനിറ്റോളം അല്ലെങ്കിൽ 10 മിനിറ്റോളം 20 മിനിറ്റോളം അത് മുഴുവനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കപ്പെടുന്ന സമയമാണ്. പക്ഷെ അതിനേക്കാൾ ഒരു വഴി മുന്നിലായിക്കൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, ബാങ്ക് കഴിഞ്ഞ ഉടനെ നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞാൽ അറബിയിലുള്ള സ്വലാത്തും റബ്ബ ഹാദിഹി ദഅവ എന്ന പ്രാർത്ഥനയും കഴിഞ്ഞാൽ ഉടൻ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ, കൂടുതൽ സ്വീകാര്യത ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി തരികയാണ്. മൂന്നാമതായിക്കൊണ്ട് അദ്ബാറു സ്വലവാത്തിൽ മക്തൂബാത്ത്, നിസ്കാരത്തിന്റെ ആ അറ്റത്തുള്ള പ്രാർത്ഥന എന്നുള്ളത്. അതുകൊണ്ടുള്ള വിവക്ഷ സലാം വീട്ടുന്നതിന് മുമ്പ് നിർവഹിക്കുന്ന പ്രാർത്ഥന, അത്തഹിയാത്ത് കഴിഞ്ഞ് സ്വലാത്തും കഴിഞ്ഞ് ഫർളായി നമ്മൾ ചെല്ലേണ്ട സ്വലാത്തും കഴിഞ്ഞ് നമ്മൾ നടത്തുന്ന സലാം വീട്ടുന്നതിന് മുമ്പ് നമ്മൾ നടത്തുന്ന പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ ഏറെ സാധ്യതയുള്ള, പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്തായാലും ലഭിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി വിടാതെ പിടിച്ചൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അല്ലാഹുവേ, അദാബുൽ ഖബറിലെ ശിക്ഷയെ തൊട്ടും നരകത്തിലെ ശിക്ഷയെ തൊട്ടും ജീവിത മരണത്തിലെ പരീക്ഷണങ്ങളെ തൊട്ടും ഒമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിന്റെ കുഴപ്പങ്ങളെ തൊട്ടും ഞാൻ നിന്നോട് അഭയം തേടുന്നു റഹ്മാനായ റബ്ബേ എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം വീട്ടുന്നതിന് മുമ്പായിക്കൊണ്ട്, അത് സുന്നത്തായ പ്രാർത്ഥനയാണെങ്കിലും റസൂലുള്ളാഹി ഫർള് പോലെ ആ പ്രാർത്ഥന റസൂലുള്ളാഹി കൊണ്ടു നടന്നിരുന്നു എന്നുള്ളത്. അങ്ങനെ തുടങ്ങി അറബിയിലുള്ള ഏത് പ്രാർത്ഥനയും നമുക്ക് ആ സമയത്ത് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഫർദ് നിസ്കരിക്കുമ്പോൾ ഇമാമ സലാം വീട്ടി നമുക്ക് സലാം വീട്ടണം. സുന്നത്ത് നിസ്കാരത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ചില സമയത്തൊക്കെ നമ്മൾ കുറച്ച് ഫാത്തിഹയും പ്രാർത്ഥനയും അത്തഹിയാത്തും സലാത്തും കഴിഞ്ഞ ഉടനെ പെട്ടെന്നങ്ങ് സലാം വീട്ടാതെ നമുക്കറിയുന്ന ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. റബ്ബി സിദ്നി ഇൽമ, റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന, അങ്ങനെ തുടങ്ങി റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അങ്ങനെ തുടങ്ങി രാവിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അങ്ങനെ തുടങ്ങി നമുക്കറിയാവുന്ന എല്ലാ അറബി ദുആകളും ആ സമയത്ത് നമ്മൾ ധാരാളമായി കൊണ്ട് പ്രാർത്ഥിക്കുക സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജാബത്തു ദുആ, ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി ഉറപ്പു പറഞ്ഞ സമയമാണ്. നമ്മൾ പലരും ആ വിഷയത്തിൽ അജ്ഞരാണ് എന്നുള്ളതും വസ്തുതയാണ്. പ്രാർത്ഥിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ഊന്നൽ നൽകിയ, റസൂലുള്ളാഹി പ്രത്യേകം ഊന്നൽ നൽകിയ ഒരു സമയമാണ് അത് എന്ന് മനസ്സിലാക്കുക. നാലാമതായിക്കൊണ്ട് പണ്ഡിതന്മാര് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഇൻദ സുഊദിൽ ഇമാമി യൗമൽ ജുമുഅ, ഇമാമ് ഖുതുബക്ക് മിമ്പറിൽ കയറിയാൽ മുതൽ, ഇമാമ് ഖുതുബ മിമ്പറിൽ നിന്ന് ഇറങ്ങി ആ 2 റക്അത്ത് ജുമയുടെ നിസ്കാരം അതിന് സലാം വീട്ടുന്നത് വരെയുള്ള സമയം എന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കും, അപ്പൊ എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. പണ്ഡിതന്മാർ അതിനുള്ള വിവക്ഷ, അതിനുള്ള വിശദീകരണം തരികയാണ്. ഇമാമ് സലാം വീട്ടി കഴിഞ്ഞാൽ
മിമ്പറിലേക്ക് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സംസാരം തുടങ്ങുന്നതിന് ഏതാനും സെക്കൻഡുകളോ ചെറിയ സമയം നമുക്ക് ചിലപ്പോൾ കിട്ടുമ്പോൾ ആ സമയത്ത് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഇമാമ് 2 ഖുതുബകൾക്കിടയിൽ ഇമാമൊന്ന് ഇരിക്കാറുണ്ട്, ആ സമയത്ത് അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ ഇമാമിനോടൊപ്പം നമ്മൾ ജുമുഅ നിസ്കരിക്കുമ്പോൾ നമ്മൾ സുജൂദിൽ കിടക്കാറുണ്ട്, ആ സമയത്ത് സുബ്ഹാൻ റബ്ബിൽ അലയും സുബ്ഹാൻ റബ്ബിൽ അലീമിനും പുറമെ നമുക്കറിയുന്ന അറബിയിലുള്ള ദുആ നമ്മൾ ധാരാളം ദുആ ചെയ്യുക എന്നുള്ളതാണ്. കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രകാരം ഇമാം മിമ്പറിൽ കയറിയത് മുതൽ ആ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുന്നത് വരെയുള്ള സമയം എന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന, ഇജാബത്ത് കിട്ടുന്ന സമയമാണ് എന്നുള്ളത്. കുറഞ്ഞ സമയമുള്ളൂ, അല്ലെങ്കിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഏറ്റവും മൂല്യമേറിയ സമയമാണ്, പക്ഷെ നമുക്ക് വളരെ കുറഞ്ഞ സമയം കിട്ടുള്ളൂ. അപ്പൊ പണ്ഡിതന്മാർ പറയാ, അപ്പൊ നമ്മൾ ധാരാളം ഒരുപാട് വരികളുള്ള പ്രാർത്ഥനയൊക്കെ മാറ്റി നിർത്തിയിട്ട് കുറഞ്ഞ വരികളിൽ കൂടുതൽ ആശയം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകൾ നമ്മൾ ആ ചെറിയ സമയത്തിനുള്ളിൽ, ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെറിയ വരികൾ എന്നാൽ വലിയ ആശയങ്ങളുള്ള പ്രാർത്ഥനക്ക് മുൻതൂക്കം നൽകുക എന്നുള്ളതാണ്. കാരണം വലിയ പ്രാർത്ഥന ഒന്നും പ്രാർത്ഥിക്കാൻ നേരം ഉണ്ടാവില്ല. ഇമാമ് സലാം വീട്ടി കഴിഞ്ഞ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇമാം വളരെ കുറച്ച് സെക്കൻഡുകളെ അവിടെ ഇരിക്കുള്ളൂ, പിന്നെ എണീച്ചിട്ട് ഖുതുബ തുടങ്ങാറുണ്ട്. ആ സമയത്ത് എന്താണ് ഒരു കഷ്ണം റബ്ബി സിദ്നി ഇൽമ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുകയാണ് പ്രാർത്ഥിക്കുക, അല്ലെ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുകയാണ് പ്രാർത്ഥിക്കുക, അല്ലെ ഇമാം 2 ഖുതുബകൾക്കിടയിലൊന്ന് ഇരിക്കും, വളരെ കുറഞ്ഞ സമയമാണ്. ആ സമയത്ത് ചില ആൾക്കാർ ചെയ്യാറുള്ളത് പോലെ ആ സമയത്ത് ചില ബിദ്അത്തുകളും നടമാടാറുണ്ട്. ബിദ്അത്തുകൾക്ക് പിറകെ നമ്മൾ പോകരുത്. ആ സമയത്ത് കൈ ഉയർത്താൻ പാടില്ല, കൈ ഉയർത്തരുത്. കൈ ഉയർത്തിക്കൊണ്ട് സ്വലാത്തൊക്കെ ഉറക്കെങ്ങനെ ചെല്ലുക. അതേപോലെ തന്നെ നമ്മുടെ നാട്ടില് ഏതൊക്കെയോ ദിക്റുകൾ അവിടെ പതിവാക്കി ചെല്ലാറുണ്ട്, 2 ഇമാമൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ. അങ്ങനെയല്ല, മറിച്ച് നമ്മൾ മാത്രം കേൾക്കാൻ പാകത്തിലുള്ള ശബ്ദത്തിൽ നമുക്ക് ആവശ്യമായത് റബ്ബിനോട് ചോദിക്കുക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ അധികം ചോദിക്കാൻ നേരം ഉണ്ടാവില്ല, അത് നമ്മൾ ചോദിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നിസ്കാരത്തിൽ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ജുമുഅക്ക് കൈയ്യട്ടി സുജൂദിൽ നമ്മൾ പ്രാർത്ഥിക്കുക, സുബ്ഹാൻ റബ്ബിൽ അലീം സുബ്ഹാൻ റബ്ബിൽ അഅല എന്ന് 1 വട്ടം ചെല്ലിയതിനു ശേഷം അല്ലാണ്ട് ധാരാളമായി പ്രാർത്ഥിക്കുക. 1 വട്ടം ചെല്ലലാണ് നിർബന്ധം, ബാക്കി നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ചോദിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. 5-ാമതായിക്കൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്, വആഖിറു സഅത്തിൻ ബഅദൽ അസ്ർ, വെള്ളിയാഴ്ച ദിവസം അസ്റിന് ശേഷമുള്ള സമയം എന്നുള്ളത്, അസ്ർ മുതൽ മഗ്രിബ് വരെ സമയം എന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് അങ്ങേയറ്റം ഉത്തരം ലഭിക്കുന്ന സമയമാണ് എന്ന സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആ സമയം വെള്ളിയാഴ്ച അസ്റിന് ശേഷമുള്ള സമയം എന്നുള്ളത് സ്വഹാബത്ത് പലരും പള്ളിയിലേക്ക് ചടഞ്ഞുകൂടിയിരുന്നു എന്നുള്ളതാണ്. മറ്റാരോടും സംസാരിക്കാതെ സംസാരങ്ങളൊക്കെ കുറച്ചുകൊണ്ട് വെള്ളിയാഴ്ച അസ്റിന് ശേഷമുള്ള സമയം ദുആഇന് വേണ്ടി സ്വഹാബത്ത് മാറ്റിവെച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം അതിനുള്ള സബബ് കാരണം എന്നുള്ളത് വെള്ളിയാഴ്ച അസറിന് ശേഷം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. അതിനിങ്ങനെ പ്രത്യേകം മാറിയിരിക്കണം എന്നുള്ളതൊരു സുന്നത്തൊന്നും അല്ലെങ്കിലും ആ സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. നമ്മൾ അന്ന് വാഹനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ സമയത്തിൽ ഒരു 5 മിനിറ്റ് 1.5 മണിക്കൂർ അസറും മഗ്‌രിബിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിലും അതൊരു 5 മിനിറ്റ് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വാഗ്ദാനം നൽകിയതാണ്. അതുകൊണ്ട് ആ ഓർമ്മയിൽ നമ്മൾ വെള്ളിയാഴ്ച അസറിന് ശേഷം, വെള്ളിയാഴ്ചക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്, അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് വെള്ളിയാഴ്ച അസറിന് ശേഷം അസർ മുതൽ മഗ്‌രിബ് വരെയുള്ള സമയം എന്നുള്ളത്, അല്ലെങ്കിൽ മഗ്‌രിബിനോട് അടുത്ത സമയം എന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. ഇതാണ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ എന്നുള്ളത്. 2-ാമതായിക്കൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്. അള്ളാഹ് പറയാണ്, റസൂലെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക, നിങ്ങൾ പറഞ്ഞുകൊള്ളുക, റബ്ബി സിദ്നി ഇൽമ, അല്ലാഹു എനിക്ക് നീ ഇൽമു വർദ്ധിപ്പിച്ചു തരണേ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് വർദ്ധിപ്പിച്ചു കിട്ടാൻ നീ ഇന്ന കാര്യം പ്രാർത്ഥിക്കുക എന്ന് ഇൽമിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട്, റസൂലെ നിങ്ങൾ ഇന്ന കാര്യം വർദ്ധിപ്പിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കണേ, ഇന്ന കാര്യങ്ങൾ വർദ്ധിപ്പിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കണേ എന്ന് റസൂലുള്ളയോട് അള്ളാഹ് ആവശ്യപ്പെട്ട കാര്യം ഒരേ ഒരു കാര്യമാണ്, അത് ഇൽമ് മാത്രമാണ് എന്ന്. അതുകൊണ്ടാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു, റബ്ബി സിദ്നി ഇൽമ, അല്ലാഹു എനിക്ക് ധാരാളമായി കൊണ്ട് നീ ഇൽമു വർദ്ധിപ്പിച്ചു തരണം. ഇതിന് സമയമൊന്നും വേണ്ട, നമ്മൾ നടക്കുമ്പോ ഒക്കെ എടുക്ക് പ്രാർത്ഥിക്കുക. ഇതൊരു സ്ഥലത്ത് ഇരുന്ന് കൈകൾ ഉയർത്തിയാലേ പ്രാർത്ഥനയാവുള്ളൂ എന്നില്ല. വാചകങ്ങൾ പോലും വേണ്ട പ്രാർത്ഥനക്ക്.
മനസ്സിൽ അള്ളാഹുവോട് അള്ളാഹു എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് റഹ്മാനായ റബ്ബേ, നമുക്ക് മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങൾ, വിചാരങ്ങൾ പോലും പ്രാർത്ഥനയാണ്. അതിന് വാക്കുകളും കൈ ഉയർത്തലും നിർബന്ധമല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മളൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ ഇതിനൊന്നും വലിയ സമയം വേണ്ട, അള്ളാഹുവോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക, റബ്ബി സിദ്നി ഇൽമാ, റബ്ബി സിദ്നി ഇൽമാ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയായിക്കൊണ്ട് ഹദീസുകളിൽ ഇമാം തുർമുദിയൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി, അല്ലാഹുവേ നീ എനിക്ക് പഠിപ്പിച്ചത് നീ എനിക്ക് ഉപകാരത്തിലാക്കി തരണേ, വഅല്ലിംനി മാ യൻഫഉനി, അല്ലാഹു എനിക്ക് ഉപകാരദായകമാകുന്നത് നീ പഠിപ്പിച്ചു തരണേ, വസിദ്നി ഇൽമാ, എന്റെ ഇൽമ നീ വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതാണ് പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ട റസൂലിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ട സുന്നത്ത് എന്നുള്ളത്. മൂന്നാമത്തത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഉദ്ധരിച്ച ഹദീസിൽ മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹ് മുസ്ലിമിൽ പറയുന്നതായി കാണാൻ സാധിക്കും, കാന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅകുലു ബിസലാസ് അസ്വാബിഅ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 വിരലുകൾ കൊണ്ട് ഭക്ഷിക്കാറുണ്ടായിരുന്നു എന്ന് സ്വഹീഹായി ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കും. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള പണ്ഡിതന്മാർ പറയുകയാണ്, 3 വിരലുകൾ കൊണ്ട് കഴിക്കാനാവുന്ന ഭക്ഷണങ്ങൾ, ഈത്തപ്പഴം പോലുള്ള, അങ്ങനെ 3 വിരലുകൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂൽ ഉദ്ദേശിച്ച വിരലുകൾ ഈ 3 വിരലുകളാണ് എന്നുള്ളതാണ്. തള്ളവിരലും ചൂണ്ടുവിരലും മധ്യ വിരലുമാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിരലായി റസൂൽ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ചോറൊക്കെ ചിലപ്പോൾ 3 വിരലുകൊണ്ട് കഴിക്കാൻ കഴിയില്ല. ഇബ്നു ഉസൈമിൻ റഹ്മത്തുള്ളാഹി അങ്ങനെ തന്നെ പറയുന്നുണ്ട്, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയാം, ചോറൊക്കെ നമുക്ക് അങ്ങനെ 3 വിരലുകൾ കൊണ്ട് ചിലപ്പോൾ കഴിക്കാൻ പറ്റിയെന്നില്ല, പക്ഷെ കഴിക്കാനാവുന്ന ഭക്ഷ്യങ്ങൾ 3 വിരലുകൾ കൊണ്ട് കഴിക്കാനാവുന്ന ഭക്ഷണങ്ങൾ 3 വിരലുകൾ കൊണ്ട് കഴിക്കുക എന്നുള്ളത് റസൂലിന്റെ സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സുന്നത്തിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ പറയാറുണ്ട്, ഈ സുന്നത്ത് ഒരു സുന്നത്തുൽ മഹ്ജൂറയാണ്, പലരും അറിയാതെ പോയ, അജ്ഞത ബാധിച്ച, അവഗണിക്കപ്പെട്ട ഒരു സുന്നത്താണ്. ഇതുപോലുള്ള നമ്മൾ ജനങ്ങൾ മറന്നുപോയ സുന്നത്തുകൾ ജീവിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഈ സുന്നത്തിനെ ഏറ്റെടുക്കുമ്പോൾ 2 കൂലിയാണ്. ഒന്ന്, ആ റസൂലുള്ള തിന്നതുപോലെ തിന്നതിന്റെ കൂലിയും, രണ്ടാമത്തത് നിർജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സുന്നത്തിനെ ജീവിപ്പിച്ചു എന്ന രണ്ടാമതൊരു കൂലി കൂടി ഇതിന് കിട്ടുമെന്നുള്ളതാണ്. നമ്മളിപ്പോ പറഞ്ഞതൊക്കെ നിർജീവമായി കൊണ്ടിരിക്കുന്ന, ആളുകൾക്ക് അജ്ഞമായി കൊണ്ടിരിക്കുന്ന സുന്നത്തുകളാണ്. അതൊക്കെ നമ്മൾ ഈ സുന്നത്ത് എടുക്കുക എന്നതിലുപരി നിർജീവമായതിനെ ജീവിപ്പിക്കുക, ആളുകൾക്ക് അറിയാത്തതിനെ അറിയിക്കുക എന്ന ഉദ്ദേശത്തിലേക്ക്, സുന്നത്തിനെ ജീവിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2 പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, കാന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുലു ബിസലാസ് അസ്വാബിഅ, റസൂലുള്ള തന്റെ 3 വിരലുകൾ കൊണ്ട് ഭക്ഷിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. റസൂലുള്ള കൂടുതലും ഭക്ഷിച്ചത് നമുക്കറിയാം ഈത്തപ്പഴമാണ് എന്നുള്ളതാണ്. നമ്മൾ ഈത്തപ്പഴം ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ നമുക്ക് കുറയ്ക്കാൻ കഴിയുന്ന ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കഴിയുന്നത് റസൂലുള്ളാഹി നിർബന്ധമായിട്ടോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാക്കി പറഞ്ഞു തരില്ല. പക്ഷെ റസൂലുള്ളാഹിന്റെ സുന്നത്തെടുക്കാനുള്ള ഒരു അവസരമാണ്. നമുക്ക് തന്നെ അറിയാം നമ്മുടെ കഴിക്കുന്നതിൽ എന്തൊക്കെ 3 വിരലുകൾ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം ഉണ്ടാവും. അതൊക്കെ ആ 3 വിരലുകൾ കൊണ്ട് തന്നെ ഭക്ഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെയൊക്കെ എടുക്കാന്ന് ചോദിച്ചാൽ, ഒരു ചപ്പാത്തി മുറിച്ചിട്ട് കറിയിൽ 3 ചപ്പാത്തി വേണമെങ്കിൽ മുറിച്ചെടുത്തതിന് ശേഷം ഈ 3 വിരലുകൊണ്ട് ഇങ്ങനെ ചുട്ടിപ്പിടിച്ച് കഴിക്കാൻ പറ്റുമല്ലോ, അപ്പൊ സുന്നത്തിന്റെ കൂലി കിട്ടി എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെ ആ 3 വിരലുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റും, അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ സുന്നത്തിന്റെ പ്രതിഫലം കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ടോ ആ ഹദീസിന്റെ ബാക്കിയായിക്കൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിച്ചതിന് ശേഷം തന്റെ വിരലുകൾ നക്കി തുടക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. ആളുകൾ മറന്നുകൊണ്ടിരിക്കുന്ന, ആളുകൾ അറപ്പോടെ കണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. സ്വന്തം വിരലുകൾ പോലും ഭക്ഷിച്ചതിന് ശേഷം നക്കി തുടക്കുക എന്നുള്ളത് ആളുകളിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു ചര്യയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, നമ്മുടെ ഉമ്മമാര് പറയാറുണ്ട്, നമ്മളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ ചില സമയത്ത് രാത്രി അവസാനത്തെ പറയും, എനിക്ക് മതിയെന്ന് കുട്ടികൾ ഉമ്മമാരോട് പറഞ്ഞാൽ പറയും, ചിലപ്പോൾ ഇതിലാണ് ബർക്കത്ത് മോനെ എന്ന് പറഞ്ഞിട്ട് അവസാനം വരെ തീറ്റിപ്പിക്കലുണ്ടല്ലോ. അത് ശരിക്കും ഹദീസിലുള്ളതാണ്. റസൂലുള്ള പറഞ്ഞൊരു കാര്യമാണ്, ഉമ്മമാര് പറഞ്ഞൊരു കാര്യം ഹദീസിലുണ്ട്. എന്താ റസൂലുള്ള പറഞ്ഞേ? ഏതിലാണ് ബർക്കത്ത് എന്ന് നമുക്കറിയില്ലല്ലോ. റസൂലുള്ള പോലും പറഞ്ഞൊരു വർത്താനാണ് ശരിക്കും. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിരലുകൾ നക്കി തുടക്കുക എന്നത് നമ്മുടെ സ്വന്തം വിരലല്ലേ, ആരാൻ്റെ ഒന്നല്ലല്ലോ. നമ്മുടെ സ്വന്തം വിരലുകൾ നക്കി തുടക്കുക എന്നുള്ളത് സുന്നത്താണ് എന്നുള്ളതാണ്.
ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ കാണാം അതിനെ നക്കിപ്പിക്കുക എന്നുള്ളതും എന്നാണ്. ഒന്നെങ്കിൽ സ്വയം നമ്മൾ ആ വിരലുകളെ നക്കുക, അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് നക്കിപ്പിക്കുക എന്നൊരു റിവായത്ത് കൂടി കാണാൻ സാധിക്കും, എന്നൊരു ഉദ്ധരണി കൂടെ കാണാൻ സാധിക്കും. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എങ്ങനെയാണ് മറ്റൊരാളെ കൊണ്ട് നക്കിപ്പിക്കുക എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ആ സമയത്ത് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നമ്മുടെ ഭാര്യമാർ നമ്മൾ അങ്ങേയറ്റം ഇഷ്ടത്തിലാണെങ്കിൽ നമ്മൾ പരസ്പരം അങ്ങനെ സ്വന്തം ഭർത്താവിനും ഭാര്യയ്ക്കും അവർക്കിടയിൽ മറണ്ടാവില്ല എന്നുള്ളതാണ്. പ്രണയം അത് അവർക്ക് സ്വന്തം ഭർത്താവിന്റെ വിരലുകൾ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുടെ വിരലുകൾ നക്കിക്കൊടുക്കുക എന്നുള്ളത് സ്വന്തം ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, പ്രണയിനിയായ സ്വന്തം ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മടിയില്ലാത്ത കാര്യമാണല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിന്റെ കൂടെ റസൂൽ കഴിച്ച ഒരു ചര്യ നമുക്കറിയാലോ. റസൂലുള്ള ആയിഷ ബീവി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കഷ്ണം ഇറച്ചി നിന്ന് കഴിഞ്ഞാൽ ആയിഷ ബീവി എവിടെയാണോ കടിച്ചത് ആ ഭാഗത്ത് തന്നെ റസൂലും കടിക്കുമായിരുന്നു. ആയിഷ ബീവി എവിടെയായിരുന്നോ ചുണ്ട് വെച്ചത് അവിടെ തന്നെ ചുണ്ട് വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളം പാനം ചെയ്യുമായിരുന്നു. ഇതൊക്കെ പ്രണയത്തിന്റെ ഏറ്റവും നല്ല ഉദാത്തമായ മാർഗങ്ങളായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നെ. ഇതൊക്കെ നമ്മൾ സ്വീകരിക്കണം. റസൂലിൽ നമുക്ക് എന്തിനു മാർഗമുണ്ട്? പ്രണയത്തിലും മാതൃകയുണ്ട്, സ്നേഹത്തിലും മാതൃകയുണ്ട്, എല്ലാത്തിലും നമുക്ക് മാതൃകയുണ്ട്. ഇതൊക്കെ നമ്മൾ സ്വീകരിക്കുക. അതൊക്കെ നമ്മൾ തമ്മിൽ സ്നേഹം ഊഷ്മളമാവാൻ, പ്രണയം ഊഷ്മളമാവാൻ സാധിക്കും. അതിനുള്ള കാരണങ്ങളാവുമെന്ന് മനസ്സിലാക്കുക. അതിന് മടിയുണ്ടെങ്കിൽ സ്വന്തെങ്കിലും നക്കിയിട്ടെങ്കിലും നമ്മൾ ആ സുന്നത്ത് എടുക്കുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഏത് സുന്നത്ത് എടുക്കുമ്പോൾ അതിലൊരു എടുങ്ങാറും ഉണ്ടാവില്ല, അതിലൊക്കെ ഖൈറ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കാം. നാലാമതായിക്കൊണ്ട് ആ ഹദീസിനെ തന്നെ ചേർത്ത് വായിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സുന്നത്താണ് പ്ലേറ്റ് കൂടി വടിക്കുക എന്നുള്ളത്. പ്ലേറ്റ് നമ്മളൊക്കെ പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട്, ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വടിച്ചെടുത്തിട്ട് അത് നക്കാറുണ്ട്. അതും സുന്നത്താണ് എന്നുള്ളത്. അതിനും കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏതിലാണ് ബർക്കത്ത് എന്ന് അറിയില്ല. അതൊക്കെ മടിക്കാൻ പാടില്ല. ശരിക്കും ഒറ്റവട്ടം മുഴുവനായി പഠിച്ചിട്ടില്ല, ഒറ്റവട്ടം പഠിച്ചിട്ട് നക്കി തുടച്ചാൽ പോലും അതിന്റെ കൂലി കിട്ടൂല നമുക്ക്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ചെയ്യാറുള്ള ഒരു സുന്നത്തായിരുന്നു. സുന്നത്തുൻ മഹ്ജൂറയായിക്കൊണ്ട് അവഗണിക്കപ്പെടുന്ന ഒരു സുന്നത്തായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരൂല. എല്ലാ പക്ഷം ഇപ്പൊ ഈത്തപ്പാൻ കഴിച്ച പിന്നെ പ്ലേറ്റ് വടിക്കാൻ കഴിയില്ല. അങ്ങനെ പ്ലേറ്റ് വടിക്കാൻ കഴിയുന്നതിനൊക്കെ പ്ലേറ്റ് വടിച്ചുകൊണ്ട് നക്കി തുടക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. റസൂൽ പറഞ്ഞതുപോലെ ഏതിലാണ് ബറക്കത്ത് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ആ ബറക്കത്തുകൾക്ക് നമ്മുടെ ജീവിതത്തെ വരെ മാറ്റിക്കുറിക്കാൻ കാരണമായേക്കും എന്നുകൂടി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അഞ്ചാമതൊരു കാര്യമാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയതായി കൊണ്ട് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തഹാദൗ തഹാബൗ, നിങ്ങൾ പരസ്പരം ഹദിയ കൊടുക്കുക. തഹാബൗ, നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം ഉണ്ടാവാൻ അത് കാരണമാവുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിന് പലരും ഹദിയ കൊടുത്ത കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ കുടുംബം അഹ്ലുബൈത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വതക്കയോ സക്കാത്തോ സ്വീകരിക്കാൻ പാടില്ല. റസൂലുള്ള ആകെ ഹദിയ മാത്രമേ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹ്ക്ക് ചെറിയൊരു മകൾ പുളിയുള്ള ഒരു മുന്തിരി കൊണ്ടുകൊടുത്ത ഹദിയായി കൊടുത്ത കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹ്ക്ക് പല രാജാക്കന്മാരും പലരും ഹദിയ കൊടുത്ത കഥ നമുക്ക് കേട്ടിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ലഭിച്ച ഹദിയയായിരുന്നു മഹദിയായ ഹാജറ ബീവി അലൈഹിസ്സലാം. അങ്ങനെ ഒരുപാട് ഹദിയകളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മഹദിയായ മറിയം ബീവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കിയ ഭക്ഷണത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഹദിയകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടയിലോ റസൂലിന്റെ സ്വഹാബത്തിന്റെ ഇടയിലോ റസൂലുള്ള പഠിപ്പിച്ച പ്രബലമായ അങ്ങനെ തന്നെ നമ്മൾ പ്രബലമായ എന്നാൽ ആളുകൾ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സുന്നത്താണ് പരസ്പരം ഹദിയ കൊടുക്കുക എന്നുള്ളത്, സമ്മാനം കൊടുക്കുക എന്നുള്ളത്. ഇനി വലിയ വിലപിടിപ്പാവണമെന്നില്ല. ഈ ഹദീസിനെ ജീവിതത്തിൽ പകർത്തണം. മറന്നുകൊണ്ടിരിക്കുന്ന ഈ ഹദീസിനെ ഒന്ന് ജനങ്ങൾക്കിടയിൽ ഓർമ്മപ്പെടുത്തണം. അല്ലെങ്കിൽ ആ സുന്നത്ത് എനിക്കെടുക്കണം എന്ന ചിന്തയിൽ ഒരു ഉറുപ്പിന്റെ മുട്ടായി സ്വന്തം മോൾക്ക് അല്ലെങ്കിൽ മകൾക്ക് പേരക്കുട്ടിക്ക് ഹദിയ എന്ന രൂപത്തിൽ കൊണ്ടേ കൊടുക്കുമ്പോൾ
റസൂലുള്ളാഹി പഠിപ്പിച്ച സുന്നത്താണ് എന്ന ഈ ഹദീസിൽ തഹാദ്ദൗ, നിങ്ങൾ പരസ്പരം ഹദിയ കൊടുക്കുക, തഹാബ്ബു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാവുമെന്ന റസൂലിന്റെ വാചകത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം മകൾക്ക് അല്ലെങ്കിൽ മകന് 1 രൂപയുടെ മിഠായി വാങ്ങി കൊടുക്കുന്നത് പോലും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഹദിയയുടെ പ്രതിഫലം കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വന്തം ഭാര്യയ്ക്ക് നമ്മൾ സ്നേഹത്തോടെ എടുക്കുക ഒരു കാര്യം വാങ്ങിച്ചു കൊടുക്കുകയാണ്, ഉമ്മാക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുകയാണ്, എല്ലാ അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. കൂട്ടുകാർക്കിടയിൽ നമ്മൾ കൂട്ടുകാർക്കൊക്കെ എടുക്ക് നല്ല എന്തെങ്കിലും ഒരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുകയാണ്, എടുക്കൊരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അത്തറ് വാങ്ങിച്ചു കൊടുക്കുകയാണ്, സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെ തുടങ്ങി നമുക്ക് കഴിയുന്നതിൽ നമ്മുടെ കൈവിൽപ്പെട്ട എന്തും, അത് വില കുറവായിക്കോട്ടെ വില കൂടിയതായിക്കോട്ടെ, അതിന് അങ്ങനത്തെ ഒരു വരമ്പൊന്നും റസൂലുള്ളാഹി വെച്ചിട്ടില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്തിരി കൊണ്ടു കൊടുത്തൊരു ചെറിയ മകളുടെ കഥ നമ്മൾ കേട്ടല്ലോ. മുന്തിരി പോലും എല്ലാം പെടും. ഈ ഒരു നീയത്തിൽ നമ്മൾ അങ്ങനെ ഒരു ശീലം നമ്മൾ കൊണ്ടുവരണം എന്നുള്ളത്. നമ്മുടെ ഫ്ലാറ്റിലെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലെ ആളുകൾക്ക് നമ്മൾ എന്തെടുക്കുക, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ എടുക്ക് കറിയൊന്നും നീട്ടിണ്ടാക്കിയിട്ട് ഈ ഹദീസിന്റെ കൂലി കിട്ടാൻ വേണ്ടി, ഈ സുന്നത്തിന്റെ കൂലി കിട്ടാൻ വേണ്ടി എടുക്കുക നമ്മളെന്താ നല്ല കറി ഉണ്ടാക്കി ഓറ്റി കൊണ്ടേ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് കൊണ്ടുവരുന്ന കുറച്ച് മിഠായി പൊതിയുടെ കൂടെ കുറച്ച് അധികം കൊണ്ടുവന്നിട്ട് അപ്പുറത്തെ റൂമിലെ അപ്പുറത്തെ ഫ്ലാറ്റിലെ കുട്ടികൾക്ക് കൂടി കുറച്ച് കൊടുക്കുമ്പോൾ ഈ ഹദിയയുടെ കൂലി കിട്ടുമെന്നുള്ളതാണ്. അവിടെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനെയാവുമ്പോൾ നമ്മൾക്കിടയിൽ ആ 2 ഫ്ലാറ്റിലാണെങ്കിലും നമ്മൾക്കിടയിൽ സ്നേഹം ഉണ്ടാവുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയണമെന്നൊന്നുമില്ല, നല്ല കുട്ടികളെ കാണുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞതുപോലെ തലയിൽ തടവുക എന്ന് പറഞ്ഞു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന 6-ാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സുന്നത്താണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ മക്കളെ ചുംബിക്കുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി പറഞ്ഞു, റസൂലെ എനിക്ക് കുറെ മക്കളുണ്ട്, ഞാൻ അവരെ ആരെയും ചുംബിക്കാറില്ലാലോ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, മല്ലാ യർഹം ലാ യുർഹം, ആര് കാരുണ്യം കാണിക്കുന്നില്ലയോ അവനോട് കാരുണ്യം കാണിക്കപ്പെടുകയില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം മക്കളെ പേരക്കുട്ടികളെ ചുംബിക്കുക എന്നുള്ളത് പോലും റസൂലിന്റെ ചര്യയായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അവർ സ്നേഹം കൊണ്ടൊന്ന് തലോടുക എന്നുള്ളത്, അതൊക്കെ റസൂലിന്റെ മാതൃകയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരെ ചേർത്ത് പിടിച്ചൊന്ന് ചുംബിക്കുക എന്നുള്ളത്, പെൺമക്കളായിക്കോട്ടെ ആൺമക്കളായിക്കോട്ടെ അവരൊക്കെ ചുംബിക്കുക എന്നുള്ളത് അത് ചെറുതന്നെ ആവണമെന്നില്ല. സ്വന്തം മക്കളെ എത്ര വലുതായി കഴിഞ്ഞാലും നമുക്കൊന്ന് മുആനക്ക ചെയ്ത് കെട്ടിപ്പിടിച്ച് ഒന്ന് ചുംബിക്കുക എന്നുള്ളത് പരസ്പരം സ്നേഹമുണ്ടാവാൻ കാരണമാകുമെന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്തെങ്കിലും സർപ്രൈസ് ആയി എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതൊക്കെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചുകൊണ്ട് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അവർക്കും സന്തോഷവും റസൂലിന്റെ ഹദീസ് സ്വീകരിച്ചതിന്റെ പരിധിയിൽ നമ്മൾ വരും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനത്തെ സുന്നത്തുകൾ വളരെ എളുപ്പമാണ് ചെയ്യാൻ. എത്ര എളുപ്പം ആലോചിച്ചു. ഈ പറഞ്ഞതൊന്നും വലിയ എടുങ്ങാറില്ല, ആർക്കും ആരോടും ചെയ്യാവുന്നതാണ്. ഇത് ആർക്കും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ആർക്കും ഒരു വിഷമം തോന്നാത്ത കാര്യങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മളെ വീട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, ഇന്നാലിന്ന സുന്നത്തുകൾ ഉണ്ട് കേട്ടോ റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നത്, അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്തൂടെ. ഈ പറഞ്ഞ പ്രാർത്ഥനയായിക്കോട്ടെ, പ്രാർത്ഥനയുടെ സമയമായിക്കോട്ടെ, അങ്ങനെ തുടങ്ങി 3 വിരലുകൾ കൊണ്ട് ഭക്ഷിക്കലാകട്ടെ, പരസ്പരം ഹദിയ കൊടുക്കലായിക്കോട്ടെ, ചെറിയ മക്കളെ ചുംബിക്കുക പോലുള്ള സ്വഭാവങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ സുന്നത്തുകളാണ്. ചില ആൾക്കാർ, ചില പരുഷ സ്വഭാവക്കാരായ ആൾക്കാരുണ്ടാവും. അവര് സ്വന്തം മക്കളെ പേരക്കുട്ടികളൊക്കെ ഓരോട് വരെ ഒരു പരുഷത സ്വഭാവത്തിൽ പെരുമാറുന്ന ആളുകൾ, അല്ലെങ്കിൽ ചുംബിക്കാനൊരു മടി, അതൊക്കെ ഞാൻ ഇങ്ങനെയാണ് എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ പലരും അങ്ങനെ വർത്താൻ പറയില്ല. അതൊന്നും ഒരു ശരിയില്ല. റസൂലുള്ളാഹി പറഞ്ഞതുപോലെ സ്വന്തം മക്കൾ ഉണ്ടായിട്ട് പോലും ആ മക്കളെ ചുംബിക്കാൻ തോന്നാത്ത ഒരാളോട് റസൂലുള്ളാഹി കൊടുത്ത മറുപടിയാണ്, നീ കാരുണ്യം കാണിച്ചിട്ടില്ല നിനക്ക് പോയി എന്ന രീതിയിലാണ് റസൂലുള്ളാഹി പറഞ്ഞത്. നീ കാരുണ്യം കാണിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് പോയി എന്നുള്ളത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന എല്ലാ മഅറൂഫുകളും നന്മകളും സ്വദഖയാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എല്ലാ പച്ചക്കരളുള്ള വസ്തുവിനോടും നന്മ കാണിക്കുക എന്നുള്ളത് സ്വദഖയാണ് എന്ന് മറ്റൊരു ഹദീസിൽ കൂടി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള ഹദീസുകളെ ജീവിതത്തിൽ നമ്മൾ പകർത്താൻ നമ്മൾ അങ്ങേയറ്റം ശ്രമിക്കേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊന്നും പ്രയാസമുള്ള സംഭവമല്ല. ഈ ബാങ്കിന് ഇക്കാമത്തിനിടയിലും പ്രാർത്ഥിക്കുക എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, പലരും പള്ളി കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ബാങ്കിന് മുമ്പ് കയറിയ ആളുകൾ പലരും ചെയ്യാറുള്ളത് ഖുർആൻ എടുത്ത് ഓതുക എന്നുള്ളതാണ്. ഖുർആൻ എടുത്ത് ഓതൽ തെറ്റൊന്നുമല്ല. പക്ഷെ അവിടെ നമ്മൾ ഖുർആൻ ഓതണ്ട എന്നുള്ളതും അല്ലെങ്കിൽ ഓതുന്ന ഒരാളെ കണ്ടാൽ അവനെ ഒരു മോശക്കാരനായി കാണണമെന്നല്ല പറഞ്ഞു. അഥവാ എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നിനും ടൈം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ.
ബാങ്കിനും ഇഖാമത്തിനിടയിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്തിരിക്കുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള അവസരം നഷ്ടപ്പെടുക എന്നാണ്. അതിന് കുറേ നേരം പ്രാർത്ഥിക്കണം എന്നൊന്നും പറയുന്നില്ല. നമുക്ക് ആവശ്യമുള്ള 2-3 കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും റസൂലുള്ളാഹി ചെയ്ത ആ സുന്നത്തുണ്ടല്ലോ, കുറച്ചേരം ചെയ്തതിനു ശേഷം ഖുർആൻ പാരായണം ചെയ്യാം. ആ സുന്നത്തിനെ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊണ്ടെങ്കിലും ആ സുന്നത്ത് നമ്മൾ എടുക്കുക. ബാങ്കിനും ഇഖാമത്തിന് ശേഷം അല്ലെങ്കിൽ ബാങ്ക് കഴിഞ്ഞ ഉടനെ ഈ 2 പ്രാർത്ഥനകളും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒരു 3 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ ഒരു 10 തവണ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ റസൂലുള്ളാഹി ചെയ്തതുപോലെ ഈ സുന്നത്ത് എടുക്കലായി. എന്നിട്ട് നമുക്ക് എന്ത് ശുഗലിലും ആവാം, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാം. അങ്ങനെ ഏത് തിരക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ 2 വാചകം പറഞ്ഞു കഴിഞ്ഞാൽ ആ സുന്നത്തെടുത്തവനായിക്കൊണ്ട് നമ്മൾ മാറും എന്നുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് എളുപ്പമാണ്, നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ കേട്ടതുമാണ്. പക്ഷേ ഇതൊരു ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സുന്നത്തുകളൊക്കെ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ. ശ്രദ്ധ കൊടുത്താലേ ഇങ്ങനെയുള്ള സുന്നത്തുകൾ ഒരു ശീലമാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഒരു സദസ്സിൽ വെച്ച് 3 സുന്നത്തുകൾ, ഇന്നേ ദിവസം ആരാണ് രോഗിയെ സന്ദർശിച്ചത്, ആരാണ് ഇന്നേ ദിവസം സുന്നത്ത് റസൂലുള്ളാഹി അങ്ങനെ തുടങ്ങി ആരാണെന്ന് രോഗിയെ സന്ദർശിച്ചത് എന്ന് തുടങ്ങി 3 സുന്നത്തുകൾ ചെയ്ത് എണ്ണി പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി ചോദിച്ചു, ആരാണ് ഇതൊക്കെ ചെയ്ത ആളെന്ന് ചോദിച്ചു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു കൈയുയർത്തിയെന്ന. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂൽ നിങ്ങൾ പറഞ്ഞ 3 സുന്നത്ത് ഞാൻ എടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെ സുന്നത്തുകളൊക്കെ, പ്രയാസമില്ലാത്ത സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ ശീലമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ള. നമുക്കും വേണ്ടേ ആരോടും പറയാത്ത രഹസ്യമായ കുറെ നന്മകൾ? നമുക്ക് വേണ്ടേ തുലാസിൽ കനം തൂക്കാൻ നമുക്ക് ഉതകുന്ന ചില എളുപ്പമാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് എത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവിടുത്തെ തിരുദൂതരും ഇത്രയും എളുപ്പമായ മാർഗങ്ങൾ പറഞ്ഞിട്ടും ഇതൊക്കെ അവഗണിക്കാതെ, വിമുഖത കാണിക്കാതെ ഇതിനൊക്കെ നമ്മൾ സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള സുന്നത്തുകൾ മുഖേന അവനിലേക്ക് അടുക്കുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നത്തുകളെ സ്നേഹിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരു മുത്തബിഅ സുന്ന, കഴിയുന്ന സുന്നത്തുകളൊക്കെ എടുക്കാനും അതിനോട് ഇഷ്ടത്തോടെ സമീപിക്കുവാനും അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള മഹാസൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബി അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم آت نفوسنا تقواها وزكها وأنت خير من زكاها. وأقول قولي هذا استغفر الله لي ولكم ولسائر المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم. والسلام عليكم ورحمة الله وبركاته.